സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നേക്ക്. ഈ സ്നേക്സ് ഒക്കെ മെയിൻലി അനിമൽ ഗ്രൂപ്പിൻ്റെ അകത്താണ് വന്നത്. അപ്പോൾ സ്നേക്സിൻ്റെ തന്നെ പല പല പേരുണ്ടല്ലേ. അപ്പോൾ ബോത്രോപ്സിൻ്റെ വേറൊരു പേരാണ് യെല്ലോ വൈപ്പർ. ബോത്രോപ്സ് ഓർ യെല്ലോ വൈപ്പർ. ദെൻ ചേറാന്തസിൻ്റെ വേറെ പേരാണ് കോപ്പർ ഹെഡഡ് സ്നേക്ക്. ക്ലോട്ടാലസിൻ്റെ വേറെ പേരുണ്ട് നോർത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്. എലാപ്സിൻ്റെ പേര് ബ്രസീലിയൻ കോറൽ സ്നേക്ക്. മിക്കവാറും ഉള്ള സ്നേക്കുകളെല്ലാം പോയിസൺസിൽ നിന്നാണ് ഈ മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. ഈ കോമൺ നെയിം പറയാൻ കാര്യമെന്ന് വെച്ചാൽ വെറ്റീരിയറി മെഡിക്കലും കൂടെ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ അല്ലെങ്കിൽ A to 1 B to 2 അങ്ങനെ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ട് ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ചോദിച്ചാലായി. അതുകൊണ്ട് ജസ്റ്റ് ഈ ഓരോ സ്നേക്കിൻ്റെയും കോമൺ നെയിം ഒന്ന് ശ്രദ്ധിച്ച് ഓർത്തോളൂ കേട്ടോ. അപ്പോൾ ബോത്രോപ്സിൻ്റെ വേറെ പേരാണ് യെല്ലോ വൈപ്പർ. ചെറാന്തസിൻ്റെ വേറെ പേരാണ് കോപ്പർ ഹെഡ് സ്നേക്ക്. ക്രോട്ടാലസിൻ്റെ വേറെ പേരാണ് നോർത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്. ഇലാപ്സിൻ്റെ വേറെ പേരാണ് ബ്രസീലിയൻ കോറൽ സ്നേക്ക്. ലാക്കസിൻ്റെ വേറെ പേരാണ് സുർക്കുക്കു സ്നേക്ക്. ലാക്കസിസ് ഓർ സുർക്കുക്കു സ്നേക്ക്. നാജ ഇന്ത്യൻ ഹുഡഡ് സ്നേക്ക്. ടോക്സിക്കോഫിലിസിൻ്റെ വേറെ പേരാണ് മൊസൈക്കൻ സ്നേക്ക്. വൈപ്പറിന് വേറെ പേരൊന്നുമില്ല, കോമൺ വൈപ്പർ തന്നെയാണ്. കോമൺ വൈപ്പർ. ലാക്കസിസ്, സുർക്കുക്കു സ്നേക്ക്, നാജ ഇന്ത്യൻ ഹുഡഡ് സ്നേക്ക്. ടോക്സോഫിൽസിൻ്റെ വേറെ പേര് മൊസൈക്കൻ സ്നേക്ക്. വൈപ്പറ കോമൺ വൈപ്പർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈവ്സ്, അതായത് പക്ഷികളിൻ്റെ സോഴ്സസ് എന്ന് വന്നതാണ് കൽക്കേരിയ ഓവി ടെസ്റ്റിയെ. അത് എഗ് ഷെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, എഗ്ഗിൻ്റെ ഷെല്ലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷെല്ല് മാത്രമല്ല, അതിൻ്റെ മെമ്പറൈനിൽ നിന്നും മെഡിസിൻ ഉണ്ടാക്കും. ആ മെമ്പറൈൻ്റെ പേരാണ് ഓവി ഗാലിനെ പെലിക്കുലേറ്റ. ഫ്രഷ് മെമ്പറൈൻ ഓഫ് ദ ഷെൽ ഓഫ് ഹെൻസ് എഗ്, അതായത് മുട്ടൻ്റെ തോടിൻ്റെ ആ ഭാഗത്തു നിന്ന്, തോടും ഈ മുട്ടയുടെ അകഭാഗം കൂടെ ചേർന്ന ആ ചെറിയൊരു മെമ്പറൈനിൽ നിന്ന് വരെ മെഡിസിൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഓവി ഗാലിനെ പെക്കുലിയ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, റെയറാണ്. ഓവി ഗാലിനെ പെക്കുലിയ. നെക്സ്റ്റ് മാമേലിയയിൽ നിന്നാണ് കാർബോ അനിമാലിസ് ഫ്രം ദ animal charcoal. Okay, animal charcoal made from the charrated ox hide. കാസ്റ്റർ ഇക്വിനി എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ഹോഴ്സിൻ്റെ തംബ്നെയിലിൻ്റെ പാർട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ദെൻ കാസ്റ്ററിനം ഈ ബീവറിൻ്റെ പെർഫ്യൂറൽ സാക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കാസ്റ്ററിനം എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കുന്നത്. ഫെലിറ്റൗറിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓക്സ് ഗാൽ ബ്ലാഡറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇംഗ്ലൂവിൻ ഗിസാഡിൻ്റെ ഇംഗ്ലൂവിൻ പാർട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മെഡിസിൻ്റെ ആ പടം വരെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലൂവിൻ. ഓക്കെ, സോ ഈ ബീവർ എന്ന് പറഞ്ഞാൽ നീർനായാണ് കേട്ടോ. കാസ്റ്ററിനം എന്ന് പറഞ്ഞാൽ ഇസ് എ ടിഞ്ചർ ഫ്രം ദ സാർ ആരോ മൈക്ക് ഓൺ ആണ്. So, carbo animalis from the animal charcoal, castor equinum from the rudimentary thumbnail of the horse, and castorinum from the purpural sac of beaver, peltaury from the ox gallbladder, and ingluvin gisad of fowl. Then mephitis നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോലെ തന്നെ it is prepared from the anal gland of skunk. Then മോസ്കസ് നമ്മൾ പറഞ്ഞു കസ്തൂരിമാൻ്റെ സോസാണ്. Then pulmovulpis from the fresh lungs of wolf. Then മിൽക്ക് സോഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. മിൽക്ക് സോഴ്സ് പറഞ്ഞത് കൗസ് മിൽക്ക്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഹ്യൂമൻ മിൽക്കിൽ നിന്ന് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ. അപ്പോൾ ഹ്യൂമൻ മിൽക്കിൻ്റെ മെഡിസിനിൽ നിന്നുള്ള പേരെന്താണ്? ആരെങ്കിലും പറയാമോ? കൊളസ്ട്രോം ലാക് ഹ്യൂമാനം. കൊളസ്ട്രോം ലാക് ഹ്യൂമാനം കറക്റ്റാണ്.
ലാക് മെറ്റേണം എന്നും പറയും. ലാക് മെറ്റേണം, ലാക് ഹ്യൂമാനം. കോമസ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ആഷ് മിൽക്ക്, ലാക്കനൈനം ഫ്രം ബിച്ച് മിൽക്ക്, ലാക് ഡിഫ്ലറേറ്റം സ്കിംഡ് കൗസ് മിൽക്ക്, ലാക് ഫെനിലം കാറ്റ്സ് മിൽക്ക്, ലാക് വാക്സിനി ഫ്ലോക്ക് ഫ്രം ദ ക്രീം, ലാക് വാക്സിനം ഫ്രം കൗസ് മിൽക്ക്, ലാക് വാക്സിനം കോയാഗുലേറ്റം ഫ്രം ദ കഡ്സ്. ലാക് മെറ്റേണം എന്നും പറയും. നമ്മൾ സ്പൈഡർ പഠിച്ചപ്പോൾ സ്പൈഡർ വെബിന് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ? ആ മെഡിസിന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? സ്പൈഡർ വെബിന്ന് മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേര് ആർക്കെങ്കിലും പറയാമോ? മെഡിസിൻ ഉണ്ടോ യഥാർത്ഥത്തിൽ സ്പൈഡർ വെബിന്ന്? ഉണ്ടോ ഇല്ലയോ? എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ഉറങ്ങി തുടങ്ങിയില്ലല്ലോ. സ്പൈഡർ വെബിന്ന് ഒരു മെഡിസിൻ ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇനി ആ ടറന്റുല അതിന്റെ സോഴ്സിൽ നിന്നുള്ളതാണ് കേട്ടോ. അതിന് വേറെ ഉണ്ട്. പക്ഷെ ഈ വെബിൽ നിന്നുള്ള ഒരു, അതായത് നമ്മളെ ചെലന്തിയിലെ വലയിന്ന് മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേരൊന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? സോ ഇറ്റ് ഈസ് ടീലിയ അരേനം. ടീലിയ അരേനം എന്ന് പറഞ്ഞ മെഡിസിനാണ് സ്പൈഡർ വെബിന്ന് ഉണ്ടാക്കുന്ന മെഡിസിൻ. അപ്പം നമ്മൾ മിനറൽ കിങ്ഡത്തിലോട്ട് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ബോത്രോപ്സ് ഫ്രം യെല്ലോ, ബോത്രോപ്സിന്റെ കോമൺ നെയിമാണ് യെല്ലോ വൈപ്പർ. ചെറേന്തസിന്റെ കോമൺ നെയിമാണ് കോപ്പർ ഹെഡ് സ്നേക്ക്. ക്രോട്ടാലസിന്റെ കോമൺ നെയിമാണ് നോർത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്. ഇലാപ്സിന്റെ കോമൺ നെയിമാണ് ബ്രസീലിയൻ കോറൽ സ്നേക്ക്. എല്ലാത്തിന്റെയും കോമൺ നെയിം മറക്കാതെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ലാക്കസിസ് സുർക്കുക്കു സ്നേക്ക്, നാജ Indian childhood snake, Toxophilus mosaican snake, and Vipera from the common viper. Aves എന്നുള്ള സോഴ്സ് ആണ് കൽക്കേരിയ ഓവി ടെസ്റ്റിയെ ഫ്രം ദ എക്ഷൽ ഓവി ഗാലിനെ പിക്കുല, അത് ഫ്രം ദ മെംബ്രെയിൻ ഓഫ് ഹെൻസ് എക്ഷൽ ഓവി ഗാലിനെ പെക്കുലിയ. നെക്സ്റ്റ് കാർബോ അനിമാലിസ് ഫ്രം ദ അനിമൽ ചാർക്കോൾ ഫ്രം ദ ചാർട്ടഡ് ഓക്സ് ഹൈഡ്. കാസ്റ്റർ ഇക്വിനി പറഞ്ഞതുപോലെ ഹോഴ്സിന്റെ റൂഡിമെന്ററി തമ്മനയിൽ നിന്ന്. കാസ്റ്ററിനം ഫ്രം ദ സെക്രഷൻ ഫ്രം ദ പെർപ്യൂറൽ സാക്ക് ഓഫ് ബീവർ. വെൽറ്റൗറി ഓക്സ് ഗാൽ ബ്ലാഡറിൽ നിന്നാണ്. ഇൻഗ്ലൂവിൻ ഗിസാഡ് ഓഫ് ഫോൾ. ദെൻ മെഫൈറ്റിസ് ഫ്രം ദ ആൽക്കോഹോളിക് സൊല്യൂഷൻ ഓഫ് ദ anal gland of the skunk. Moscus from the perpural sac of the musk deer. Pulmovulpis from the fresh lungs of wolf or fox. Then milk source നമ്മൾ പറഞ്ഞു. Comus from the ass milk, lacanum bitch milk, lac defloratum skimmed cow's milk, lac felinum cat's milk, lac vaccini flock from the cream, lac vaccinum from the cow's milk, lac vaccinum coagulatum from the curd. ഹ്യൂമനിൽ ലാക് മെറ്റേണം. ഇപ്പോൾ സ്പൈഡർ പോയ്സണിൽ നിന്ന് ടീലിയ അരേന. ഇനി നമ്മൾ പഠിക്കാൻ പോണ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, അതായത് മിനറൽ കിങ്ഡം. ഓക്കെ, മിനറൽ കിങ്ഡം നമ്മൾ ഇത്രയും പഠിച്ചു വന്ന ബോറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡവും അനിമൽ കിങ്ഡവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. So about 20% of homeopathic medicines are prepared from minerals. So mineral source. So mineral kingdom mainly acids ഉണ്ട്, മിനറൽസിൻ്റെ അകത്ത് ആസിഡ്സ് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്. ആസിഡ്സിൽ മെയിൻലി ഓർഗാനിക് ആസിഡ് ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡ് ഉണ്ട്. എലമെന്റ്സ് ഉണ്ട്, എലമെന്റ്സിന് മെയിൻലി 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഈ ആസിഡ്സ് ചിലപ്പം ചോദിക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ഓർഗാനിക് ആസിഡ് ഓർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞ് ചിലപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചാലായി. അല്ലെങ്കിൽ ഓൾ ദ ഫോളോയിങ് കംസ് അണ്ടർ ഓർഗാനിക് ആസിഡ് ഗ്രൂപ്പ് എക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിലും ചോദിച്ചാലായി. അപ്പോൾ ഓർഗാനിക് ആസിഡിൽ വന്നതാണ് അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഹൈഡ്രോസാനിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ്. ഇൻഓർഗാനിക് ആസിഡിൽ വന്നതാണ് ബോറിക് ആസിഡ്, ആഴ്സനിക്കം ആൽബം, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. എലമെന്റ്സ് മെയിൻലി മെറ്റൽസ് ഇഷ്ടംപോലെ മെറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റൽസും ഉണ്ട്.
മെറ്റൽസിൽ മെയിൻ ആയിട്ടുള്ളത് അലൂമിനിയം, അർജന്റമെറ്റ്, കുപ്രമെറ്റ്, അതെല്ലാം എല്ലാ മെറ്റൽ ഗ്രൂപ്പും ഈ മെറ്റൽസിൽ വരുന്നതാണ്. നോൺ മെറ്റൽസ് ബ്രോമിയം, അയഡം, സെലീനിയം, സൾഫർ. മെറ്റലോയിഡ്സിന് ഈ രണ്ടിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ വരുന്നതാണ് ആഴ്സനിക്കും ആന്റിമണി. മെറ്റലോയിഡ്സ് ഈസ് ഓൾസോ നോൺ സെമി മെറ്റൽസ് ആർ എലിമെന്റ്സ് ദാറ്റ് ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ദെൻ കോമ്പൗണ്ട്സ്, നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള പോലെ ഇതൊരു മിക്സ്ചർ ആണ്. കോമ്പൗണ്ട് ഇസ് എ ഹോമോജീനിയസ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഫോംഡ് ത്രൂ എ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more elements in definite proportion. അതിൽ തന്നെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ വല്ലതാണ് അലൂമിനിയം അസറ്റേറ്റ്, അലൂമിനിയം ഓക്സൈഡ്. ദെൻ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരുന്നത് അസറ്റിഡിയം, അനിലിഡിയം, ക്യാംഫർ ആൻഡ് ക്രയോസോട്ട്. സോ ഫസ്റ്റ് മെറ്റൽസ് ഇനോർഗാനിക് ആസിഡ് ആണോ ഓർഗാനിക് ആസിഡ് ആണോ നോക്കണം. പിന്നെ മെറ്റൽസ് നോക്കണം, അത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ അതോ മെറ്റലോയിഡ്സ് ആണോ എന്ന് നോക്കണം. ദെൻ മിനറൽസ്, മിനറൽസിൽ തന്നെ നാച്ചുറലി ഓക്കറിങ് കുറേ മിനറൽസ് ഉണ്ട്. അത് മൈക്ക, സൈലീഷ്യ, ഹെക്ല ലാവ, ഗ്രാഫൈറ്റിസ്. അത് കൂടാതെ തന്നെ ഈ മിനറൽസിന്റെ സ്ഥലത്ത് ഉണ്ടാവുന്ന മിനറൽസിന്റെ അടുത്തുള്ള വാട്ടർ സോഴ്സിന് സ്പ്രിംഗ് വാട്ടർ എന്ന് കുറേ മെഡിസിൻസ് ഉണ്ട്. അതാണ് വെസ്പേർഡൻ, അക്വ കാൽസിന ഓർ ലൈം വാട്ടർ, ലിവിക്കോ വാട്ടർ, ഇതെല്ലാം ആ സോഴ്സ് ആണ്. സോ മിനറൽസ് ഇപ്പോൾ 20% നമുക്ക് മിനറൽസ് ആണ് നമ്മുടെ സോഴ്സിലുള്ളത്. മിനറൽസിൽ തന്നെ ആസിഡ്സും ഉണ്ട്, എലമെന്റ്സും ഉണ്ട്. ആസിഡ്സിൽ വീണ്ടും ഓർഗാനിക് ആസിഡും ഇനോർഗാനിക് ആസിഡും ഉണ്ട്. എലമെന്റ്സിൽ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉണ്ട്. നമുക്ക് കുറേ എക്സാമ്പിൾ ഉണ്ട്, എല്ലാം പറയാം, ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ മെറ്റലോയിഡ്സിന് മെറ്റൽസിൻ്റെ നോൺ മെറ്റൽസിൻ്റെ എല്ലാം പ്രോപ്പർട്ടി ഉള്ളതാണ്. നെക്സ്റ്റ് കോമ്പൗണ്ട്, കോമ്പൗണ്ടിൽ 2 അതിലധികമോ മെറ്റൽസ് ഉള്ളതാണ്. ദെൻ ഇനോർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ട്. നെക്സ്റ്റ് മിനറൽസിൽ വന്ന നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസും ഉണ്ട്, മിനറൽ സ്പ്രിംഗിൽ നിന്നും ഉണ്ട്. നാച്ചുറലി ഒക്കറിങ്ങിൽ മൈക്ക, സൈലീഷ്യ, ഹെക്ല ലാവ, ഗ്രാഫൈറ്റിസ്. സ്പ്രിംഗ് വാട്ടറിൽ നിന്ന് വെസ്പേർഡൻ, അക്വ, കാൽക്കേരിയ ഓർ ലൈം വാട്ടർ ആൻഡ് ലിവിക്കോ വാട്ടർ. സോ മെറ്റൽ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം മെറ്റൽ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, കണ്ടക്ടിവിറ്റി, ഇതെല്ലാം ഉള്ള മെറ്റൽസിൻ്റെ എല്ലാം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മെയിനായിട്ട് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സാധനങ്ങളൊക്കെ മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് സോഴ്സ് എന്ന രീതിയിൽ വളരെ ചാൻസ് കുറവാണ്. ഇന്ന ഇതാണ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അർജനമെറ്റ്, ഓറമെറ്റ്, ബിസ്മുത്ത്, കുപ്രമെറ്റ്, ഫെറമെറ്റ്, ഇൻഡിയം, ഐറിഡിയം, മംഗാനം, നിക്കോളിനം, ഓസ്മിയം, പലേഡിയം, പ്ലാറ്റിനം, പ്ലംബമെറ്റ്, റോഡിയം, സ്റ്റാനമെറ്റ്, ടെലൂറിയം, ടാലിയം ആൻഡ് ടൈറ്റാനിയം. ഇതിൽ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചിലപ്പം ഇന്ത്യം ഇത് എല്ലാത്തിൻ്റെയും കൂടെ തന്നെ മെറ്റലും ഉണ്ടല്ലേ. ഇന്ത്യം മെറ്റാലിക്കം, ഐറിഡിയം മെറ്റാലിക്കം, നിക്കോളിനം മെറ്റാലിക്കം, ഓസ്മിയം മെറ്റാലിക്കം, ഇതെല്ലാം തന്നെ മെറ്റൽ ഗ്രൂപ്പിലുള്ളതാണ്. നെക്സ്റ്റ് ഇനോർഗാനിക് ആസിഡ്സ്. ഇനോർഗാനിക് ആസിഡ്സ് ഇതിൻ്റെ ജസ്റ്റ് ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടി പറയുന്നതാണ്. ആസിഡ്സ് H+ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് ആസിഡ്സ്. അപ്പോൾ ഇനോർഗാനിക് ആസിഡ്സിൻ്റെ അകത്ത് വന്നത് ബോറിക് ആസിഡ്, ഹൈഡ്രോബോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, മ്യൂറിയാറ്റിക് ആസിഡ്, ആസിഡ് നൈട്രിക്കം, ആസിഡ് നൈട്രോ മ്യൂറിയാറ്റിക്കം, ആസിഡ് ഫോസ്ഫോറിക്കം ആൻഡ് ആസിഡ് സൾഫ്യൂരിക്കം. ഇനോർഗാനിക് ആസിഡ്സ് മിക്കവാറും ഉള്ള ആസിഡ്സ് എല്ലാം ഇനോർഗാനിക് ആസിഡ്സിൻ്റെ കാറ്റഗറിയിൽ വരും. ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ളതാണ് ഈ ആസിഡ്സിൻ്റെ സെക്ഷൻ. അപ്പം ഏതാണ് ഇനോർഗാനിക് ഏതാണ് ഓർഗാനിക് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു കോളം പോലെ വെച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എഴുതി ഒരു റിപ്പീറ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കുറച്ചെങ്കിലും നമ്മൾ ഓർമ്മയിൽ നിൽക്കൂ. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. ഇനോർഗാനിക് ആസിഡ്സിൽ വന്നത് ബോറിക് ആസിഡ്, ഹൈഡ്രോബോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, മ്യൂറിയാറ്റിക്കം ആസിഡ്, നൈട്രിക് ആസിഡ്, നൈട്രോ മ്യൂറിയാറ്റിക്കം, ആസിഡ് ഫോസ്ഫോറിക്കം ആൻഡ് ആസിഡ് സൾഫ്യൂരിക്കം. നെക്സ്റ്റ് കൽക്കേരിയ ആർട്സ്, കൽക്കേരിയ ബ്രോമേറ്റം, കൽക്കേരിയ കാർബോണിക്കം, കൽക്കേരിയ ഫ്ലൂറ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തായിരിക്കും വന്നത്. നെക്സ്റ്റ് ഓർഗാനിക്കിൻ്റെ അകത്ത് വന്നതാണ്
അമൈൽ നൈട്രോസം, എഥൈൽ നൈട്രോസം, അനിലിനം, അട്രോപിനം, ബെൻസിനം, ഗ്ലോണൈൻ. അപ്പോൾ നമ്മൾ റെയർ ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും ശ്രദ്ധിക്കണം. ബാക്കിയുള്ള എല്ലാത്തിലും നമ്മൾ ആസിഡ്, ബോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ റെയർ ആയിട്ടുള്ള പേരുകളെല്ലാം, അതായത് ഈഥൈൽ നൈട്രോസം, അമൈൽ നൈട്രോസം, അനിലിനം, അട്രോപിനം, ബെൻസിനം, ക്യാംഫറ, ക്ലോറാലം, ഇതെല്ലാം റെയർ ആയിട്ടുള്ള പേരുകളാണ്. ഇപ്പോൾ ജെൽസീമിയ ആയാലും ഗ്ലിസറിനോ ആയാലും ഇതെല്ലാം ബാക്കി ആസിഡ്സിന് വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെയുള്ള പേരെല്ലാം വന്നത് ഈ ഓർഗാനിക് ഗ്രൂപ്പിലാണ്. ട്രൈനൈട്രോ, ടോൾഡിയം, യൂറിയ, യൂറിക് ആസിഡ്, ഇതെല്ലാം ഇങ്ങനെയുള്ള പേര്, മൈക്ക, ഇതെല്ലാം വന്നത് ഈ ഓർഗാനിക് ആസിഡ്സിലാണ്. സോ ഓർഗാനിക് ആസിഡ് എപ്പോഴും വീക്ക് ആസിഡ് ആയിരിക്കും, ഇൻഓർഗാനിക് ആസിഡ് സ്ട്രോങ്. നമ്മൾ ജസ്റ്റ് പറഞ്ഞത് ആസിഡ്സിന്റെ കാര്യം, മിനറൽ കിങ്ഡം പറഞ്ഞു. മിക്കവാറുമുള്ള എല്ലാ മെറ്റൽസ്, അർജന്റം മെറ്റ്, ഓറം മെറ്റ്, ബിസ്മത്ത്, കുപ്രം മെറ്റ്, അതെല്ലാം മെറ്റൽ ഗ്രൂപ്പിൽ വന്ന മെയിൻ മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇനോർഗാനിക് ആസിഡ്സും ഓർഗാനിക് ആസിഡും പറഞ്ഞു. മിക്കവാറുമുള്ള നമ്മൾ പൊതുവെ കേട്ട് പരിചയമുള്ള എല്ലാം ഇനോർഗാനിക് ആസിഡ്സ് ആണ്. റെയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നത് ഓർഗാനിക് ആസിഡുമാണ്. അപ്പോൾ ഇനോർഗാനിക് ആസിഡിന്റെ ജസ്റ്റ് നമുക്ക് ഓർമ്മ ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനോർഗാനിക് ആസിഡിൽ ബോറിക് ആസിഡ്, ഹൈഡ്രോബോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, മ്യൂറിയാറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ദെൻ കൽക്കേരിയയിലുള്ള എല്ലാ ഗ്രൂപ്പും ഇതിനകത്ത് വന്നതാണ്. നെക്സ്റ്റ് ഓർഗാനിക്കിൻ്റെ അകത്ത് വന്നതാണ് റെയർ ആയിട്ടുള്ള പേരുകളെല്ലാം. ഈഥൈൽ നൈട്രോസം, അമൈൽ നൈട്രോസം, അനലിയം, അട്രോപിനം, ബെൻസീൻ, ക്യാംഫോറ, കാർബോണിയം സൾഫേറ്റം, ക്ലോറാലം, ഗ്ലോണൈൻ, ഇൻഡിഗോ, ഐഡോഫോം, മെത്തനോൾ, ഫിക്സ് ലിക്വിഡ, പ്രൊപ്പിലിൻ. റെയർ ആയിട്ടുള്ള എല്ലാ പേരുകളും ഈ ഓർഗാനിക് ആസിഡിൽ വന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മിനറൽ സ്പ്രിങ്സ്. അതായത് നമ്മൾ പറഞ്ഞ് മെറ്റൽസിനുണ്ട്, നോൺ മെറ്റൽസിനുണ്ട്, മെറ്റലോയിഡ്സിനുണ്ട്, മിനറൽസിനുണ്ട്. ഈ മിനറൽസ് മാത്രമല്ല, മിനറൽ സ്പ്രിങ്ങിനുണ്ട്. അത് ജസ്റ്റ് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മളെ വിരാട് കോഹ്ലി ഇല്ലേ, നമ്മൾ വിരാട് കോഹ്ലി കുടിക്കുന്ന വെള്ളത്തിന് തന്നെ നല്ല റേറ്റ് കൂടുതലാണ്. അതിന് പ്രത്യേക ഒരു പേരുണ്ട്, പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പം കോഹ്ലി ആ വെള്ളം ഇമ്പോർട്ട് ചെയ്താണ് കുടിക്കുന്നത്. ഏതോ ഒരു റീജിയനിലുള്ള മിനറൽ സ്പ്രിങ്ങിൽ നിന്നുള്ള വെള്ളമാണ് വിരാട് കോഹ്ലി കുടിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ എനർജി ഡ്രിങ്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ആ വെള്ളം കുടിക്കുന്നു പറഞ്ഞാൽ, ആ റീജിയനിൽ ഒരുപാട് മെറ്റൽസും മിനറൽസും എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് ഇലക്ട്രോലൈറ്റ്സും നമ്മളെ ബോഡിക്ക് ആവശ്യത്തിനാണെങ്കിൽ കോമ്പൗണ്ട്സും എല്ലാം ആ വെള്ളത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മിനറൽ റീജിയൻസിൽ അല്ലെങ്കിൽ മിനറൽ കണ്ടന്റ് ചില പർട്ടിക്കുലർ റീജിയനിൽ മെറ്റൽ കണ്ടന്റും മിനറൽ കണ്ടന്റും ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മിനറൽ സ്പ്രിങ്ങിൽ നിന്ന് എടുക്കുന്ന കുറച്ച് മെഡിസിൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൻ്റെ നൈമ് കുറച്ച് റെയർ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഫസ്റ്റ് വൺ ഈസ് കാഷ്ബാഡ്. കാഷ്ബാഡ് ദ വാട്ടർ ഓഫ് ദ സ്പ്യൂണ്ടർ ലാൻഡ്. ഇത് ആ സ്ഥലത്തിൻ്റെ പേരാണ്. കാഷ്ബാഡ് എന്ന് പറഞ്ഞാൽ ആ മെഡിസിനൽ സോഴ്സ് ഉണ്ടാക്കുന്നത് ഈ സ്പ്യൂണ്ടർ ലാൻഡ്, ഈ മുഹ്ബിൻ സ്പ്രിങ്സ്, ഈ സ്ഥലത്തു നിന്നുള്ള വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്താണ് കാഷ്ബാഡ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലെവിക്കോ, ഇറ്റ് ഈസ് എ ആർസനിക് മിനറൽ വാട്ടർ ഓഫ് സൗത്ത് ടൈറോൾ. Then Sanicula, this is a mineral spring of water of Ottawa, USA. So Carlsbad from the waters of the Spindle and Mugben Springs. Levico, arsenic mineral from South Tyrol. Sanicula from the Ottawa, USA. Next is Sukumchuk, from the Sukumchuk Lichen Chuk Lake. സുക്കം മെയിൻലി ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നല്ല മെഡിസിനാണ്, ഒരു ആൻറ്റി ഫംഗൽ മെഡിസിനാണ് ഹോമിയോപ്പതി. ദെൻ വിച്ചി ഇറ്റ് ഈസ് എ മിനറൽ സ്പ്രിങ് ഓഫ് വിച്ചി, ഫ്രാൻസ്. അത് സുക്കം ചുക്കും വിച്ചിയും കുറച്ച് ഈസിയാണ്. ദെൻ വിസ്ബാഡൻ, ദ സ്പ്രിങ് അറ്റ് വിസ്ബാഡൻ ഇൻ പേർഷ്യ. നമ്മൾ ഇത്രയും പറഞ്ഞ മിനറൽ സ്പ്രിങ്ങിൻ്റെ കാര്യമാണ്.
ഇതിൽ മിക്കവാറും ഉള്ള എല്ലാമൊക്കെ പേര് ഏകദേശം ആ മെഡിസിൻ്റെ പേരോട് ചേർന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. റെയറായിട്ട് 3 മാത്രമേ ഉള്ളൂ. കാഷ്ബാഡ് ഫ്രം ദ വാട്ടർ സോഴ്സ് സ്പുണ്ടിൽ ആൻഡ് മുഹ്ബിൽ, ലെവിക്കോ, ആഴ്സനിക് വാട്ടർ ഓഫ് സൗത്ത് ടൈറോൾ, സാനിക്കുല, മിഡിൽ സ്പ്രിംഗ് ഓഫ് ഒട്ടാവ, സുക്കംചുക് ലേക്ക്, വിഞ്ചി, മിഡിൽ സ്പ്രിംഗ് അറ്റ് വിഞ്ചി, വെസ്റ്റ്ബേർഡൻ ഫ്രം ദ സ്പ്രിംഗ് അറ്റ് വെസ്റ്റ്ബേർഡൻ ഇൻ പേർഷ്യ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് മെറ്റൽസ് പറഞ്ഞു, ആസിഡ്സ് പറഞ്ഞു, ഓർഗാനിക് ആസിഡും ഉണ്ട്, ഇനോർഗാനിക് ആസിഡും ഉണ്ട്. മിക്കവാറും ഉള്ള എല്ലാം ഇനോർഗാനിക് ആസിഡാണ്. ഓർഗാനിക് ആസിഡിൻ്റെ നമ്മൾ മറന്നു പോകാതിരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് വെച്ചാൽ റെയർ ആയിട്ടുള്ള പേരായിരിക്കും ഓർഗാനിക് ആസിഡിനുള്ളത്. നെക്സ്റ്റ് നമ്മൾ മെറ്റൽസ് പറഞ്ഞു, നോൺ മെറ്റൽസ് പറഞ്ഞു, മെറ്റലോയിഡ്സ് പറഞ്ഞു, പിന്നെ ഈ മിനറൽ സ്പ്രിങ്ങിൽ വരുന്ന വെറൈറ്റി മെഡിസിൻസിൻ്റെ പേരും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോസോഡ്സ് ആണ്. സോ നോസോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നോസോഡ് ഡിസീസ്ഡ് പ്രോഡക്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു മെഡിസിനാണ് നോസോഡ്. Homeopathic preparation from the pure microbial culture obtained from the diseased tissue or clinical materials and secretions. നോസോഡ്സ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോസോ എന്ന് പറഞ്ഞാൽ ഡിസീസ്, സിറോസ് മീൻസ് അപ്പിയറൻസ്. സോ ഈ നോസോഡ്സിനെ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. N1, N2, N3, N4, N5. അതായത് ഡിസീസ്ഡ് പ്രോഡക്ട്സിനെ തന്നെ പല പല ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് എടുക്കുന്നത്. N1 from the microorganism that are capable of producing endotoxin. ഇപ്പോൾ എൻഡോടോക്സിൻ ഒരു എക്സാമ്പിൾ ആണ് ടൈഫോയിഡ് അല്ലേ. സോ എൻഡോടോക്സിൻ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് സെൽ വാളിൻ്റെ അകത്തുള്ള ഒരു ടോക്സിനാണ്. സെൽ വാളിൻ്റെ അകത്തുള്ള ഒരു ടോക്സിനാണ്. മെയിൻലി ഈക്കോളൈ, സാൽമോണലെ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള ടോക്സിൻസ്. ദെൻ N2 വന്നത് എക്സോടോക്സിൻ. എക്സോ മീൻസ് ഔട്ട്സൈഡ്, എക്സോടോക്സിൻ മീൻസ് ബോഡിയുടെ അകത്താണ് ഈ ഓർഗാനിസംസ് എല്ലാം ടോക്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഡിഫ്തീരിയ. നെക്സ്റ്റ് N3 വന്നതാണ് പ്യൂരിഫൈഡ് ടോക്സിൻ. N4 വന്നത് വൈറസ്, മെയിനായിട്ടുള്ള എല്ലാ വൈറസുകളും, ക്ലിനിക്കൽ മെറ്റീരിയൽസ്, സൊറൈനം, അതെല്ലാം. സോ എക്സോടോക്സിൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ദ നോർമൽ സെൽസ്, ദേ ആർ ഹൈലി പോട്ടന്റ് ആൻഡ് എക്സോടോക്സിൻ ആണ് കുറച്ചുകൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടോക്സിൻ. ജസ്റ്റ് വലിയ തലപോകാനുള്ള വിഷയമൊന്നുമില്ല. നോസോഡ് ഡിസീസ് പ്രോഡക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതിന് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് എൻഡോടോക്സിൻ, സെക്കൻഡ് എക്സോടോക്സിൻ, തേർഡ് പ്യൂരിഫൈഡ് ടോക്സിൻ, ഫോർത്ത് ഫ്രം ദ മൈക്രോ ഓർഗാനിസംസ്. ഇപ്പോൾ എൻഡോടോക്സിന് ഈ ഓർഗാനിസത്തിൻ്റെ അകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. വലിയ പ്രശ്നം എക്സോടോക്സിൻ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല ടൈഫോയിഡിനും. ദെൻ 2 എക്സോടോക്സിൻ, എക്സാമ്പിൾ ഡിഫ്തീരിനം. 3 പ്യൂരിഫൈഡ് ടോക്സിൻസ്, ഇത് കൂടാതെ പ്യൂരിഫൈഡ് ടോക്സിൻസ് ബോഡിയിൽ വരും. 4 ഫ്രം ദ മൈക്രോ ഓർഗാനിസം, വൈറസിൽ നിന്ന്, മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് കുറച്ച് നോസോഡ്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സും ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ആന്ത്രാക്സിനം. ആന്ത്രാക്സിനം മെയിൻലി ആന്ത്രാക്സ് പോയിസൺ എന്നാണ്. ആന്ത്രാക്സ് പോയിസൺ പ്രിപ്പയർ ഫ്രം ദ ഷീപ്പ് ഓർ കാറ്റിൽ, സ്പ്ലീൻ ഓഫ് ഷീപ്പ് ഓർ കാറ്റിൽ. ഷീപ്പിൻ്റെയോ കാറ്റിലിൻ്റെയോ സ്പ്ലീനിൽ നിന്നാണ് ഈ ആന്ത്രാക്സ് പോയിസൺ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് കാർസിനോസിൻ ക്യാൻസർ ടിഷ്യൂസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഡിഫ്തീരിനം, ഡിഫ്തീരിക് മെമ്പറൈൻ, പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. മെഡോർനം മെയിൻലി ഫ്രം ദ യൂറിത്രൽ ഡിസ്ചാർജ് ഓഫ് അക്യൂട്ട് ഗൊണോറിയ. സൊറൈനം ഫ്രം ദ ഇച്ച് ഇറപ്ഷൻ. സിഫിലിനം ഫ്രം ദ സിഫിലിറ്റിക് ലീഷൻ, ഏത് പ്രൈമറി ഓർ സെക്കൻഡറി. സോ നോസോഡ്സിൽ മെയിൻ വന്ന ആന്ത്രാസിനം, ആന്ത്രാക്സ് പോയിസണിൽ നിന്ന് മെയിൻലി ഷീപ്പിൻ്റെയോ കാറ്റിലിൻ്റെയോ സ്പ്ലീനിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. നെക്സ്റ്റ് കാർസിനോസിനം ഫ്രം ദ ക്യാൻസറസ് ടിഷ്യൂ. ഡിഫ്തീരിയം ഫ്രം ദ ഡിഫ്തീരിക് മെമ്പറൈൻ. മെഡോർനം മെയിൻലി യൂറിത്രൽ ഡിസ്ചാർജ് ഫ്രം അക്യൂട്ട് ഗൊണോറിയ. സൊറൈനം ഫ്രം ദ ഇച്ച് ഇറപ്ഷൻ. സിഫിലിനം ഫ്രം ദ സിഫിലിറ്റിക് ലീഷൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സോഴ്സാണ് പ്ലാന്റ് നോസോഡ്സ്. പ്ലാന്റ് നോസോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ചേ ഉള്ളൂ, അതിൻ്റെ സോഴ്സ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്.
സെക്കിയൽ കോർണിയേറ്റം ഫംഗസ് ഗ്രോയിങ് അപ്പോൺ ദ സീഡ് ഓഫ് എർഗോട്ട്. എർഗോട്ട് എന്ന് പറഞ്ഞ സീഡിന്റെ എർഗോട്ട് എന്ന് പറഞ്ഞ ട്രീയുടെ സീഡിൽ ജോയിൻ ചെയ്യുന്ന ഫംഗസ് ആണ് സെക്കിയൽ കോർണിയേറ്റം. നെക്സ്റ്റ് യുസ്റ്റിലാഗോ മെയിൻലി ഫ്രം ദ സ്റ്റെം ഓഫ് ഇന്ത്യൻ കോൺ. ഇന്ത്യൻ കോൺ. നെക്കേറ്ററിനം ഫ്രം ദ ക്യാൻസർ ഓഫ് ട്രീസ്. ഈ ട്രീസിനും ക്യാൻസർ വരും കേട്ടോ. മനുഷ്യന് മാത്രമല്ല, ട്രീസിനും ക്യാൻസർ വരും. അതിന്റെ സോഴ്സ് നോസോൾ ഫ്രം ദ ക്യാൻസർ ഓഫ് ട്രീ ഇറ്റ് നോൺ ആസ് നെക്കേറ്ററിനം. ഇതാണ് സെക്കിയൽ കോർ. ഇതിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഫംഗസിൽ നിന്നാണ് സെക്കിയൽ കോർണിയേറ്റം ഉണ്ടാക്കുന്നത്. ഇത് യുസ്റ്റിലാഗോ. യുസ്റ്റിലാഗോ ഓർ കോൺസ്മൺ. അതാണ് അതിന്റെ പിക്ചർ. അതാണ് സെക്കിയൽ കോർണിയേറ്റം ഫംഗസ് ഗ്രോയിങ് അപ്പോൺ ദ സീഡ് ഓഫ് എർഗോട്ട് ട്രീ. യുസ്റ്റിലാഗോ ഫ്രം ദ സ്റ്റെം ഓഫ് ഇന്ത്യൻ കോൺ. നെക്കേറ്ററിനം നോസോഡ് ഓഫ് ക്യാൻസർ ട്രീ. ദെൻ അതർ നോസോഡ്സ് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആംബ്രാഗ്രേഷ്യ. ആംബ്രാഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഈ വേംസ് ഒമിറ്റസ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ രക്തത്തിൻ്റെ ഫോമിനുള്ള എക്സ്ട്രാക്ഷനിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഭയങ്കര വില കൂടിയ ഒരു സാധനമാണ് ഈ ആംബ്രാഗ്രേഷ്യ. അത് മെയിനായിട്ട് പറയണത് ഈ വെയിലൊക്കെ ഒമിറ്റ് ചെയ്യുമ്പോൾ ആ ഒമിറ്റിംഗ് മാറ്റർ സീല് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിനാണ് ആംബ്രാഗ്രേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോട്ടിലസ് ലാക്സിനറ്റസ് മെയിൻലി ഫംഗൽ സോഴ്സിൽ നിന്നാണ്. കൊളസ്ട്രിനം മാത്രം ഗാൽസ്റ്റോണിൽ നിന്നാണ്. ഇതാണ് ആംബ്രാഗ്രേഷ്യ എന്ന് പറയുന്നത്. ഈ വെയിൽ ഒമിറ്റ് ചെയ്യണത് സീൻ്റെ മേലിൽ കിടക്കും. ആ ഒരു സോഴ്സിൽ നിൽക്കുന്നതാണ് ആംബ്രാഗ്രേഷ്യ. ഇത് ബോട്ടിലസ് ലാരസറസ്. അത് ഈ മഷ്റൂമിൻ്റെ ഒരു സോഴ്സാണ്. കൽക്കേരിയ റീനാലിസ് എന്നും പറയും. അത് റീനൽ കാൽക്കുലി എന്നാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഹിപ്പോമൈൻസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ അമിനോട്ടിക് ഫ്ലൂയിഡ് ഓഫ് ഹോഴ്സ്. ഹോഴ്സിൻ്റെ അമിനോട്ടിക് ഫ്ലൂയിഡിൽ നിന്നാണ് ഈ ഹിപ്പോമൈൻസ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ടാക്കിയത്. മലേറിയ ഒഫിഷ്യനാലിസ് പേരിൽ നിന്ന് തന്നെ അറിയാം. മലേറിയ മാർഷ് ക്ലൈമറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. മെലാൻഡ്രിനം മെയിൻലി ഹോഴ്സിൽ നിന്നാണ്. ഹോഴ്സിന് എക്സിമ വന്നിട്ട് ആ ഡിസ്ചാർജിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മെലാൻഡ്രിനം എന്ന് പറയുന്നത്. മോർബിളിനും മീസിൽസ് വന്ന പേഷ്യൻ്റെ എക്സ്ട്രാക്ഷനിൽ നിന്ന് എടുക്കുന്നത്. OAN അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നോഡോസ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. മെയിൻലി ഫ്രം ദ സൈനോബിൾ ഫ്ലൂയിഡ് ഓഫ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് ഹിപ്പ് ആൻഡ് നീ ജോയിന്റ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പേഷ്യൻറ്റ്. പൈറോജൻ മെയിൻലി ഡീകമ്പോസ്ഡ് മീറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. യൂസിന ബാർബൈറ്റ ലൈക്കൺ വിച്ച് ഇൻഫെക്ട് ദ സോഫ്റ്റ് മാപ്പിൾ. വാക്സിനോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ലിംഫ് നോഡ് ഓഫ് ദ കൗപോക്സ് വാക്സിൻ. ഇതാണ് യൂസിന ബാർബൈറ്റ. ഇങ്ങനെയുള്ള ഫംഗസിന്റെ സോഴ്സ്. നെക്സ്റ്റ് വേരിയോളം ഫ്രം ദ സ്മോൾ പോക്സ്. വുഫിൻ കഫിനുണ്ട്. കോൾച്ചിക്കനം ഓർ പെട്രൂസിനം. ഇതൊന്ന് നോക്കണേ. കോൾച്ചിക്കനം ഓർ പെട്രൂസിനം. ഡിഫ്തീരിക് മെമ്പറൈനിൽ നിന്ന് ഡിഫ്തീരിനം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എ നോസോഡ് പ്രിപ്പയർ ഫ്രം ദ ഫൈബ്രോയിഡ് ടിഷ്യൂ ഓഫ് ദ യൂട്രസ്, പോസിബിളി ഓഫ് മാലിഗ്നന്റ് എലിമെന്റ്. ദ നെയിം ഇസ് നോൺ ആസ് എപ്പിഫൈസ്റ്റേർണം. ഇൻഫ്ലുവൻസി എന്നുള്ളത് ഇൻഫ്ലുവൻസിനം. യൂറിത്രൽ ഡിസ്ചാർജ് എന്നുള്ളത് മെഡോർണം. ദെൻ എക്സിമ ക്യാപിറ്റസിന്റെ മെഡിസിൻ ആണ് മെറ്റാർജിയം. നോസോഡ്സ് ഫ്രം ദ മീസിൽസ് ആണ് മോർബിലിനം. മംസ് പരോട്ടിനം. പ്ലേഗ് പെക്റ്റിനം. സോറിക് പാരസിന്ന് സോറിനം. സ്കാർലറ്റ് ഫീവറിന്ന് സ്കാർലറ്റിനം. നോൺ ഷിറസ് ക്യാൻസറിൽ നിന്നാണെങ്കിൽ സിറിനം. സിഫിലിറ്റിക് ഡിസ്ചാർജിനാണെങ്കിൽ സിഫിലിനം ഓർ ലൂട്ടിനം. സോ ഇത് ഇച്ചിരി നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നോസോഴ്സിനെ കുറിച്ചായിരുന്നു. നോസോഴ്സ് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സോടോക്സിൻ ഉണ്ട്, എൻഡോടോക്സിൻ ഉണ്ട്, ദെൻ പ്യൂരിഫൈഡ് ടോക്സിൻ ഉണ്ട്, അതർ ടൈപ്പ് ഓഫ് ടോക്സിൻ ഉണ്ട്. അപ്പോൾ ഈ ടോക്സിൻസിനെ തന്നെ, ഈ നോസോഴ്സിനെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ചോദിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് നോസോഴ്സ് ഉണ്ട്.
അതിലൊന്നാണ് ആംബ്രാഗ്രേസിയെ ഫ്രം ദ extraction of the sperm whale. Next, botulis from the fungus. Then Colostrinum galstonine ആണ്. ഇത് ആംബ്രാഗ്രേസിയ വെയിലിന്റെ ഒമിറ്റസിൽ നിന്ന്. ഇത് ബോട്ടുലിസ് ഇപ്പോമെൻസ് ഹോഴ്സിന്റെ ഫീമെയിൽ ഹോഴ്സിന്റെ മെക്കോണിയത്തിന്റെ പാർട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അലാൻഡ്രിനം മെയിൻലി ഈ ഹോഴ്സിന് അസുഖം വന്നിട്ട് അതിന് ഈ റീജിയനിൽ കുറച്ച് എക്സിമ പോലെ വരും, അവിടെ നിന്ന് എടുക്കുന്ന സോഴ്സാണ് മലാൻഡ്രിനം. മോർബിലിനം മീസിൽസ് എന്ന ആളുടെ ഇൻഫെക്റ്റഡ് പേഴ്സൺസിൽ നിന്ന് എടുക്കുന്നത്. OAN മെയിൻലി സൈനോവൽ ഫ്ലൂയിഡ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന ആൾക്കാരെ സൈനോവൽ ഫ്ലൂയിഡിൽ നിന്ന് എടുക്കുന്നത്. പൈറോജിനം ബീഫ് മീറ്റിന്റെ ഡീകമ്പോസിഷൻ കാരണം. യൂസീനിയ ബാർബേറ്റ which is a fungus infecting the soft maple. ആണ് യൂസീനിയ ബാർബേറ്റ. ഊഫിൻ കഫ് എന്നൊരു മെഡിസിൻ ഉണ്ട്, കോച്ചിഗ്രം ഓർ പെട്രൂസിനം. ഊഫിൻ കഫ് ഡിഫ്തീരിയക്ക് പേരിന്ന് തന്നെ അറിയാം, ഡിഫ്തീരിനം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബ്രോയിഡ് ഓഫ് യൂട്രസ്. ഫൈബ്രോയിഡ് ട്യൂമർ ഓഫ് യൂട്രസ് എന്ന് മെഡിസിൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എപ്പിപൈസ്ട്രിനം. ഇൻഫ്ലുവൻസ എന്നുള്ളത് ഇൻഫ്ലുവൻസിനം. യൂറിത്രൽ ഡിസ്ചാർജ് എന്നുള്ളത് മെഡോറിനം. എക്സിമ ക്യാപിറ്റിസ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോസോഡാണ്. നോസോഡ് ഫ്രം ദ എക്സിമ ക്യാപിറ്റിസ്, ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റാർജിയൽ. മംസ് പരോട്ടിനം. സ്കാർലറ്റ് ഫീവർ എന്നുള്ള മെഡിസിനാണ് സ്കാർലറ്റിനം. നെക്സ്റ്റ് നമ്മൾ ഇത്രയും പറഞ്ഞു. നമ്മൾ നോസോഡ്സ് പറഞ്ഞതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കാർസിനോമാസ്. ഓക്കെ, കാർസിനോമേൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ കുറേ മെഡിസിൻസ് നമുക്കുണ്ട്. സോ എപ്പിത്തീലിയോമി ഫ്രം ദ എക്സ്ട്രാക്ട് ഓഫ് എപ്പിത്തീലിയോമ. സിറിനം മെയിൻലി CA സ്റ്റൊമക്കിൽ നിന്ന്. കാർസിനോസിൻ മെയിൻലി ഹെപ്പാറ്റിക് കാർസിനോമ, ഹെപ്പാറ്റിക് മെറ്റാസ്റ്റാസിൽ നിന്നാണ് വന്നത്. കാർസിനോമ അഡിനോമ പെസിക്ക ഫ്രം ദ പാപ്പിലറി കാർസിനോമ ഓഫ് ബ്ലാഡർ. കാർസിനോമ പൾമോണറി മെയിൻലി ഫ്രം ദ പൾമോണറി ക്യാൻസർ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് നോസോഡാണ്. നോസോഡ് ഡിസീസ് പ്രോഡക്റ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കുറേ ക്യാൻസറസ് ടിഷ്യൂസിൽ നിന്ന് മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ